ഇത് പി അൻവർ രാജ്യത്തുള്ള പല ദേശീയ പാർട്ടികൾക്കും ഒരു തൊഴിലന്വേഷകൻ തൊഴിലിന് വേണ്ടി ഐ വാണ്ട് ജോബ് എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുക്കുന്ന രീതിയിൽ പല പാർട്ടികൾക്കും ഒരു അക്കോമഡേഷന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിരുന്നു. തമിഴ്നാട്ടിൽ DMK-യിൽ അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ ആ പാർട്ടി ഓഫീസിൽ ചെന്നപ്പോൾ അവർ ആരാർപ്പണം നടത്തി ലഡു കൊടുത്ത് സന്തോഷപൂർവ്വം സ്വീകരിച്ചു വിട്ടു. പക്ഷെ പാർട്ടിയിൽ അവരെടുത്തില്ല. അതേ അവസ്ഥ തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിലും അൻവറിന് നേരിട്ടിട്ടുള്ളത്. അതായത് അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ തൃണമൂൽ ഭവൻ എന്ന് പറയുന്ന കൽക്കത്ത ആസ്ഥാനത്ത് ചെന്നു. വർഷങ്ങളായി കൽക്കത്തയിൽ ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു കൊടുങ്ങല്ലൂർ സ്വദേശിയായ തൃണമൂലിൻ്റെ പേരിൽ 2022 ഒരു തട്ടിപ്പ് കേസിൽ പോലീസ് അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന സുനിൽ അലിയാർ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടാണ് തൃണമൂൽ ഭവനിലെത്തിയത്. അദ്ദേഹത്തിന് ബംഗാളി ഭാഷ അറിയാം, മറ്റ് നേതാക്കന്മാരായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ അവകാശപ്പെട്ട് വർഷങ്ങളായി തൃണമൂലിൻ്റെ പേരിൽ തട്ടിപ്പും വെട്ടിപ്പുമായി നടക്കുന്ന ഈ സുനിൽ അലിയാരുമായി അവിടെ ചെന്ന് കേരളത്തിൽ നിന്ന് ഒരു CPM MLA തൃണമൂൽ കോൺഗ്രസിൽ ചേരാൻ വന്നിരിക്കുകയാണെന്ന പ്രചരണം അവിടെ പത്രപ്രവർത്തകരെ കൊണ്ട് ആദ്യം വളരെ ആസൂത്രണം ചെയ്ത് അഭിഷേക് ബാനർജിക്ക് വിളിപ്പിക്കുകയും ഒരു കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തി. ആ കൂടിക്കാഴ്ച നടത്തിയ സമയത്ത് തമിഴ്നാട്ടിൽ നടന്ന അതേതിൻ്റെ തനിയാവർത്തനം തന്നെയാണ് തൃണമൂൽ ഭവനിലും സംഭവിച്ചിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് ഒരു CPM MLA വന്നപ്പോൾ സ്വതന്ത്രനാന്ന് പോലും പറഞ്ഞിട്ടില്ല CPM-ൻ്റെ MLA. ആ CPM MLA ആരാർപ്പണം ചെയ്ത് പാർട്ടി ആസ്ഥാനത്ത് സ്വീകരിച്ചു. അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ ചേരാൻ വന്നതാണെന്നും ദീദിയുടെ മഹത്വവും തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രസക്തിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൊണ്ടൊരു ബദലുണ്ടാക്കാൻ രാജ്യത്ത് കഴിയില്ല എന്നുള്ള പ്രഖ്യാപനമൊക്കെയുമായി ചെന്ന ആളെ തൃണമൂൽ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തു ദേശീയ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള അഭിഷേക് ബാനർജി. അപ്പം അദ്ദേഹം കേരളത്തിൽ 20 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടുമെന്നും 200ഓളം സീറ്റുകൾ ത്രിതല പഞ്ചായത്തിൽ പിടിച്ചെടുക്കാൻ കഴിയുമെന്നും പറഞ്ഞ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയാണ് ചോദിച്ചത്, പ്രസിഡന്റ് സ്ഥാനം. അത് നോമിനേറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് അവിടെ 2 ദിവസം വെയിറ്റ് ചെയ്തു. പക്ഷേ ഞങ്ങളുടെ ദേശീയ ചെയർപേഴ്സൺ മമതാ ബാനർജി അതിന് സമ്മതിച്ചില്ല. അൻവറിനെ കുറിച്ച് അവർക്ക് കിട്ടിയ റിപ്പോർട്ട് വളരെ മോശമാണ്. അവർക്ക് ഇൻ്റലിജൻസ് മുഖേന കിട്ടിയ റിപ്പോർട്ട് മോശമായതിൻ്റെ പേരിൽ 2 ദിവസം അവിടെ നിന്നിട്ട് പോലും മമതാ ബാനർജി ഒരു ഫോട്ടോയ്ക്ക് പോലും അൻവറിനെ പോസ് ചെയ്യാൻ സമ്മതിച്ചില്ല, കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായില്ല. അഭിഷേക് ബാനർജി സ്വാഗതം ചെയ്തു. ആ സ്വാഗതം ചെയ്ത സമയത്ത് അഭിഷേക് ബാനർജി കേരളത്തിലെ ലോക്കൽ ബോഡി ഇലക്ഷൻ കോർഡിനേറ്റ് ചെയ്യാനുള്ളൊരു താൽക്കാലിക ചുമതല കൊടുത്തു. അത് വെച്ച് കേരളത്തിൽ അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കച്ചവട രാഷ്ട്രീയമാണ്. കുറേ ആളുകൾ രാഷ്ട്രീയ അതിപ്രസരവും അതോടൊപ്പം തന്നെ സമ്പത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ഈ മോഹവലയത്തിൽപ്പെട്ട് രാജ്യസഭാ സീറ്റ് കിട്ടുമെന്നും അൻവർ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന നേതാവായി മാറുകയാണെന്നും 3-4 സംസ്ഥാനങ്ങളുടെ ചുമതല അദ്ദേഹത്തിന് കിട്ടിയെന്നും ഒരു ചാനലിനെ കൊണ്ട് പ്രചരിപ്പിച്ച ചില വാർത്തകൾ മാത്രം പിൻപറ്റി കേരളത്തിൽ മുഴുവൻ ഓടി നടന്ന അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ ബാനർ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇത് അൻവർ ഒരു 240ഓളം കോടി രൂപ പലരിൽ നിന്നായി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഈ തട്ടിക്കപ്പെട്ട് ഇരയായവർ അൻവറിനെതിരെ ഒരു വിലാപ വേദി തന്നെ സംഘടിപ്പിക്കാൻ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തയ്യാറാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ബാനറിൽ ദേശീയ നേതാക്കൾ വരുന്ന വേദിയിൽ അവരത് തുറന്ന് പറയാനും തയ്യാറാണ്. അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് തന്നെ വേദി എവിടെയാവണമെന്നതിനെക്കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുക. അൻവറിനെതിരെ തൃണമൂൽ കോൺഗ്രസ് പരസ്യമായിട്ട് അൻവറിൻ്റെ തറവാട്ട് സ്വത്തല്ല തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ് സംസ്ഥാന കമ്മിറ്റി ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയ ഘട്ടം മുതൽ ഞങ്ങൾക്ക് നിരവധി കോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അൻവറിൻ്റെ തട്ടിപ്പിനിരയായവർ. അപ്പോൾ അവർക്ക് പറയാനുള്ളത് കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായി ദേശീയ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞു. ഇനി ദേശീയ നേതൃത്വം അത് ഉചിതമായ തീരുമാനം എടുക്കേണ്ട സമയത്ത് കൃത്യമായി എടുക്കും. അൻവറിൻ്റെ പ്രവർത്തനങ്ങളിൽ കടിഞ്ഞാണിടും, ഒരു സംശയവും വേണ്ട. തൃണമൂൽ കോൺഗ്രസ് UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. നിലമ്പൂരിൽ രാഷ്ട്രീയ തീരുമാനം ഉപതെരഞ്ഞെടുപ്പിൽ എന്ത് വേണമെന്ന് ദേശീയ നേതൃത്വവുമായി ഞങ്ങൾ അടുത്ത ആഴ്ച ചർച്ച ചെയ്യും. അവിടുന്ന് തീരുമാനം പ്രഖ്യാപിക്കും.
PV അൻവറിൻ്റെ കുടുംബകാര്യങ്ങൾ പറയും പോലെ ഞാൻ മത്സരിക്കുന്നില്ലെന്ന് അൻവറിന് പറയാം, അത് അൻവറിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുന്നില്ല എന്ന് പറയാൻ അൻവറിനെ ആരും ഇതിൽ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഈ പാർട്ടിയിൽ ഒന്നുമല്ല അൻവർ. അൻവറിന് കള്ളക്കടത്തും തട്ടിപ്പും നടത്താൻ വേണ്ടി തൃണമൂൽ കോൺഗ്രസിനെ ഒരു മറയാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അൻവർ ആരൊക്കെ രാഷ്ട്രീയ അഭയം കൊടുത്തോ അവരൊക്കെ തന്തയ്ക്ക് വിളിച്ച് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഞങ്ങളുടെ പ്രിയങ്കരിയായ നേതാവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നാളെ NCP എന്നൊരു ക്ഷണം വന്നാൽ UDF-ലേക്ക് തൃണമൂൽ വേണ്ട, നിങ്ങൾ NCP ഇതിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്നു, NCP മുഖേന എങ്ങോട്ട് ചാടൂ, അല്ലെങ്കിൽ CMP ചേരൂ എന്ന് കോൺഗ്രസ്സുകാർ പറയാം, അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ ഇടത്താവളമായിട്ട് ചേക്കേറാനൊരു ചില്ല താൽക്കാലികമായി തൃണമൂൽ കോൺഗ്രസിനെ കാണാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇതിൻ്റെ പേരിലുള്ള കച്ചവടം ഞങ്ങൾ ഒരു കാരണവശാലും അൻവറിനെ അനുവദിക്കില്ല. അത് തന്നെയാണ് ദേശീയ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്.